പക്ഷെ ഇതൊക്കെ എന്നാൽ ഒരാളെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, സംസാരിച്ചപ്പോഴും ഇഷ്ടം തോന്നി, അവരുമായിട്ട് കാപ്പുടിക്കാൻ പോയപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നി എന്ന് പറയുമ്പോൾ അത് വികസിക്കും. അപ്പോൾ പല കാരണങ്ങളാണ്, പലതരത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് പലതരം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഒരു പുരുഷനായിരിക്കുകയാണെങ്കിൽ അവർക്കുള്ളിലൊരു സ്ത്രീയെ പറ്റിയൊരു സങ്കല്പം ഉണ്ടാകും, സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പുരുഷനെ പറ്റിയൊരു സങ്കല്പം ഉണ്ടാകും. ഇനി സ്ത്രീയും പുരുഷനും അല്ലാത്തവർക്കും സ്ത്രീയോ പുരുഷനോടോ അവരുടെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് അവർക്കൊരു സങ്കല്പം ഉണ്ടാകും. ഈ സങ്കല്പത്തിന് അനുസൃതമായ ഒരാളെ കാണുമ്പോഴാണ് നമുക്കിത് ആരംഭിക്കുന്നത്. അപ്പോഴാണ് 10-20 പേരിങ്ങനെ വരുന്നതിനകത്തുനിന്ന് പെട്ടെന്ന് ഒരാളോട് അവരോട് കൂടുതൽ മിണ്ടണമെന്ന് എടുക്കണമെന്ന് നമുക്ക് തോന്നുന്നത് നമ്മളിലുണ്ടായിരിക്കുന്ന നമ്മുടെ ഉള്ളിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ വരും. അത് കൾച്ചറലായിട്ട് കിട്ടുന്നതുണ്ട്, ഇൻസ്റ്റിങ്ക്ച്വലായിട്ട് കിട്ടുന്നതുണ്ട്, ജനിതകമായിട്ട് വരുന്ന കുറേ ഇൻഫർമേഷൻസ്. അത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്കിഷ്ടം. അപ്പോൾ ഇത് നമ്മളിലുണ്ടായിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയോ കേൾക്കുകയോ ഭാഷ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ രൂപപ്പെടുന്നത്. ആ രൂപപ്പെടുന്ന സമയത്ത് ഏതാണ് സൗന്ദര്യം എന്നൊക്കെ ഈ കൂടുള്ളവരും നേരത്തെ ഉള്ളവരും ആയിരിക്കുന്നു, നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുതിർന്നവരായിരിക്കുന്നവരും ഒക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ അതിനകത്തൂടെ നമ്മളൊരു രൂപപ്പെടുത്തും. അതിന് സമാനമായ ഒരാളെ കണ്ട ആ നിമിഷം നമുക്ക് പ്രണയം ആരംഭിക്കും. അതൊരു ജനലിൽ കൂടെ വെറുതെ ഇങ്ങനെ ഒറ്റ കാഴ്ചയിൽ തന്നെ ഉണ്ടായിപ്പോവും. പക്ഷെ അത് തുടരാനായിട്ട് ഈ മറ്റുള്ള രണ്ടാം ഘട്ടത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടി വരും. ഇപ്പോഴും പ്രണയത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അറിയാനുള്ളൊരാഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. സാർ പറഞ്ഞു ഒരു രൂപം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അങ്ങനെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഏതെങ്കിലും നായികയുമായിട്ട് നമുക്കതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് സാറിന് മനസ്സിൽ അന്ന് കണ്ടതിൽ ഈ ഒരു നായിക സുന്ദരിയായിട്ട് സാറിന് തോന്നിയെന്ന് ഈ സാർ പറയില്ല, ഒരു ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് ഇവരൊരു സുന്ദരിയാണെന്ന് സാറിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു നായിക പേര്? അത് പണ്ട് അന്ന് സിനിമ കണ്ടവരെ എല്ലാവരും അങ്ങനെ കരുതുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നി ഞാൻ ഹിന്ദി സിനിമയിൽ നൂതനായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഓക്കെ, പെട്ടെന്ന് തോന്നുന്ന അങ്ങനെ ഒരാൾ. അത് കഴിഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ വന്ന അവരായിരുന്നു ഏറ്റവും അത്രയും ഇഷ്ടം തോന്നിപ്പോയ ഒരു ആൾ. അവരെയായിരുന്നു ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അവരല്ലാത്ത എത്രയോ പേരോട് നമ്മുടെ നാട്ടിലുള്ള എനിക്ക് തോന്നും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാഗിണി, അവരൊരു 3 പേരുണ്ട്. അവരെല്ലാവരെയും ഇഷ്ടമായിരുന്നു. രാഗിണി, പത്മിനി, അവരകത്ത് ഒരു 3 പേരുണ്ടായിരുന്നു. 3 പേരെയും നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു അന്ന്. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നില്ല, സിനിമയിലെടുക്കുന്നവരെയൊക്കെ കാഴ്ചയിൽ എന്തായാലും ഇഷ്ടം തോന്നുന്ന മനുഷ്യർ തന്നെയാണ്. അത് പലതരത്തിലും ഇഷ്ടപ്പെടുമായിരുന്നു. ഇനി സാറിനെ ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്ന ഒരുപാട് പേര്, പ്രണയിക്കുന്നവരുണ്ടെന്നറിയാം. സാറിൻ്റെ അടുത്ത് ഒന്ന് തുറന്നത് പറഞ്ഞവരിൽ സാറിന് അവരെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് സാർ എങ്ങനെയാണ് അവരെ പറഞ്ഞത് മനസ്സിലാക്കിപ്പിക്കുന്നത്? വേണ്ട എന്നുള്ളത്. കാരണം അവർക്ക് സാറിൻ്റെ അടുത്ത് അമിതമായൊരു പ്രണയം ഉണ്ടാവുകയും സാറിന് അവരോടത് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ എങ്ങനെയാണ് അവരെ അത് സാർ? ഞാൻ ആകെ പറയുന്നത് ഇപ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ട് എന്നാണ്. ഓക്കെ, അത് പറയുമ്പോൾ തന്നെ ആളുകൾ നിർത്തും. അതാണ് ഏറ്റവും പെട്ടെന്ന് ജലസി വരും. അത് 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 ഇല്ലാതാകാനായിട്ട് എന്നുവെച്ചാൽ മിക്കവാറും എല്ലാവരും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കസേരയിൽ ഇരിക്കാൻ നോക്കുകയുള്ളൂ, അല്ലാതെ മറ്റൊരാളെ എടുത്തു കളഞ്ഞിട്ട് അവിടെ ഇരിക്കാനായിട്ട് അത്രത്തോളം മാന്യതയൊക്കെ മനുഷ്യർക്കുണ്ട്. പക്ഷെ ഒരേ സമയത്ത് 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ആ സ്ട്രഗിളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നോ സാറിനും? ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ല, പക്ഷേ ആളുകൾ തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കശുപിശ പോലെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അല്ലാതെ എനിക്കിപ്പോൾ ഇതിൽ ആരാണ് വേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആദ്യമേ അപ്പം ഞാൻ പെരുമാറുന്നതിനകത്തുനിന്ന് എനിക്ക് അവരോടാണ് ഇഷ്ടം എന്നവർക്ക് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഞാനൊരു സമയത്ത് ഒരാളാണ് പ്രണയിക്കാറുള്ളത്. ഇത്രയും പറഞ്ഞപ്പോൾ ഇനി ചോദിക്കാനുള്ളത് സാറിൻ്റെ ഒരു മണി സോഴ്സിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് സാറിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് സാറിന് മണി മാനേജ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ 2K കിഡ്സ്. മറ്റേ ആളുകൾ ജീവിക്കുന്നത് പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ
ധനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്നത് തീരെ ചെയ്തിട്ടില്ല. ഇല്ല. പ്രവൃത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായ ധനം സമാഹരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ തന്നെ കുറച്ച് സ്ഥലവും വീടും തന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു പ്രാഥമികമായ ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള ഒരു നീഡ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. അത് ഉള്ള ആളായിരുന്നു. അങ്ങനത്തെ ഒരു ആവശ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അടുത്തത് പിന്നെ ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തിയും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. ഒരു പ്രവൃത്തി ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ബോധ്യമാകുന്നവർ ചെയ്യുകയും അതിനകത്ത് കടങ്ങളുണ്ടാകുക, കടം പിന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് വീട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു പദ്ധതിയൊക്കെ അങ്ങ് ഉണ്ടാകും, അത് നമ്മളങ്ങ് ചെയ്യുന്നുണ്ടാകും. ആ സമയത്ത് ഒരു കടം മേടിച്ച് അങ്ങ് ചെയ്യും. ചെയ്തതിന് ശേഷമാണ് അത് ഈ കടം വീട്ടാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിച്ചതെന്ന്. ആൾക്കാർ ഈ ചോദിക്കുന്ന ചോദ്യം ഞാൻ സ്വയം ചോദിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വീട് വിട്ട് പോയി ഒരു ഗുരുകുലത്തിൽ പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം തീരെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയല്ലത്. അവിടെ ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാം കൃഷി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ആണ്. പക്ഷെ അപ്പോഴും അത് അതിനകത്തൊന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്നവരല്ല. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് എൻ്റെ സ്ഥലത്ത് വന്ന് ജീവിക്കുന്ന, ഞാൻ തന്നെ നേരിട്ട് അധ്വാനിക്കുന്ന. അത് അന്ന് കൃഷി ചെയ്തിട്ടായിരുന്നു. ഒരു 2 വർഷത്തോളം ഞാൻ കൃഷി തന്നെ ചെയ്ത് 2 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഫിസിക്കലി ഞാൻ തന്നെ ചെയ്തായിരുന്നു വരുമാനം ഉണ്ടാക്കിയിരുന്നത്. എല്ലാം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പുതിയ ഉടുപ്പ് മേടിക്കാനോ അങ്ങനെയുള്ള ജനറേഷൻ ഉണ്ടാകത്തില്ല. പക്ഷെ ജീവിതം നടന്നങ്ങ് പോകും. മണി സേവിങ്സ് എന്തെങ്കിലും ഉണ്ടോ സാർ? അങ്ങനത്തെ ഇപ്പം ഇല്ല, ഇപ്പോഴും ഇല്ല. ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കൊരു ഒറ്റ അക്കൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരൊറ്റ അക്കൗണ്ട് തന്നെ ഇന്നും ഉള്ളത്. അത് ജയശ്രീ കാണുന്ന ആ സമയത്ത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയായിരുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിൽക്കാൻ പറ്റുന്ന പുസ്തകങ്ങളല്ല, മറ്റുള്ളവർക്ക് ഇത് പ്രയോജനകരമാകും എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആലോചിച്ചാൽ നമുക്ക് കാണാം ഈ പുസ്തകം വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടും നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു 10 വർഷത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവും, ഞങ്ങൾ തന്നെ നേരിട്ട് എഴുതുന്നുണ്ടാവും, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. ഇതെല്ലാം തന്നെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന് സഹായകരമായ പുസ്തകങ്ങളാണ്. എളുപ്പം വിൽക്കുന്ന പുസ്തകങ്ങളേ അല്ല. ഒരു 20 പുസ്തകത്തിനടുത്തോളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.